കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. ഏരൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷികവും ISO പ്രഖ്യാപനവും ആഘോഷപൂർവ്വമായി അന്തരീക്ഷത്തിൽ നടന്നു. ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന ആഘോഷ പരിപാടികളോടെയാണ് വാർഷികം സംഘടിപ്പിച്ചത്. ഏരൂർ LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷ സമാപനവും ISO പ്രഖ്യാപനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയുടെ ലക്ഷ്യമായ സ്ത്രീ ശാക്തീകരണം നടപ്പിലാക്കാൻ കഴിഞ്ഞതിനോടൊപ്പം സ്ത്രീകളിൽ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്നതിനും അവരെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുന്നതിനും കുടുംബശ്രീയിലൂടെ കഴിഞ്ഞുവെന്ന് ഓമന മുരളി പറഞ്ഞു. ഉദ്ദേശിച്ചത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം 26 വർഷം കുടുംബശ്രീ രൂപീകരിച്ചിട്ട് 26 വർഷം പൂർത്തീകരിച്ച് 27ാമത്തെ വർഷത്തിലേക്ക് പോയിരിക്കുകയാണ്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണം, ലഘു സമ്പാദ്യം, അതോടൊപ്പം തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഇതൊക്കെ നമ്മൾ ഒരു പരിധി വരെ ഉദ്ദേശിച്ചതുപോലെ തന്നെ നമ്മുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണകാലത്താണ് ഈ പ്രസ്ഥാനത്തിന് തുടങ്ങിയതും. അതോടൊപ്പം അതിൻ്റെ ലക്ഷ്യം കൈവരിക്കാൻ ഏകദേശം നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കൂടിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. സ്ത്രീ ശാക്തീകരണത്തിലൂടെ വന്ന നമ്മുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എത്തിയ നമ്മളെല്ലാവരും ഇങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഇങ്ങനെ ഒരു സ്റ്റേജിൽ കൂടി ഇരിക്കാൻ നമുക്കൊരു ശക്തി തന്നത് നമ്മുടെ കുടുംബശ്രീ മുഖേനയാണ്. അതുപോലെ തന്നെ ലഘുസമ്പാദ്യ പദ്ധതി അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയിൽ നിന്ന് ഒരു കുടുംബശ്രീ യൂണിറ്റിലെ 20 അല്ലെങ്കിൽ 15, 10 മുകളിൽ 25 അംഗങ്ങൾ വരെയുള്ള കുടുംബശ്രീകളുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G അജിത്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് V രാജി, ജില്ലാ പഞ്ചായത്ത് അംഗം C അംബികാകുമാരി, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ഷൈൻ ബാബു, ഡോൺ V രാജ്, ദിവ്യ ജയചന്ദ്രൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T അജയൻ, CDS ചെയർപേഴ്സൺ സജീന, മെമ്പർ സെക്രട്ടറി അനിൽ കുഞ്ഞുമൻ തുടങ്ങി ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, ബാങ്ക് അധികൃതർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. കുടുംബശ്രീ അംഗങ്ങളുടെയും ബാലസഭാ കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്നു. നാട്ടുവാർത്ത, ഏരൂർ.